നമ്മുടെ സ്കൂളിന് നല്ലൊരു വിജയം നമ്മുടെ സ്കൂളിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു അവസരത്തില് എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഇതുപോലെ എല്ലാ വർഷവും സ്വാമിജിക്ക് ഇതുപോലെ നമ്മുടെ കുട്ടികൾക്ക് തരാനായിട്ടുള്ള കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതിന് ഈശ്വരൻ എല്ലാവിധ അനുഗ്രഹം. മനസ്സുണ്ടോ നോക്കാൻ. ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ കൈയടിക്കണം. എപ്പോഴാണ് കൈയടിക്കേണ്ടത്? ഒന്ന് പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? കൈയടിക്കണം. എപ്പോഴാണ് കൈയടിക്കേണ്ടത്? ഒന്നെന്ന് പറയുമ്പോൾ കൈയടിക്കേണ്ടത് കൈ ചൂടാം, നല്ല വണ്ണം. എപ്പോഴാണ് കൈയടിക്കേണ്ടത്? എപ്പോഴാണ് കൈയടിക്കേണ്ടത്? ശരിക്കും കേട്ടോ. റെഡിയാണോ? ഉറക്കെ പറയണോ? റെഡിയാണോ? എന്നാ കൈയടിക്കാൻ തുടങ്ങാം. റെഡി. ഞാനെന്താ പറഞ്ഞത്? ഒന്ന് പറയുമ്പോഴല്ലേ അടിക്കാൻ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് കയറി അടിക്കാൻ പാടും. ഇതാണ് നമുക്കുള്ളത്. മുഴുവൻ കേൾക്കാൻ പറ്റില്ല. അപ്പോഴേക്കും കാര്യം പറയും. ഒന്നുകൂടി നോക്കണം. എപ്പോഴാ കൈയടിക്കട്ടെ? ഉറപ്പല്ലേ? ഉറപ്പാണോ? ശ്രദ്ധിച്ചല്ലോ. കൈ ചൂടാക്കുന്നുണ്ടോ? ശരിക്കും ഞാൻ റെഡിയല്ലേ? ഒരാളടിച്ചിട്ടില്ല. കുറയില്ല. പിന്നെ എത്ര പേര് അടിച്ചില്ല? കുറച്ച് പേരൊക്കെ അടിച്ചു. ശരിക്കും അടിച്ചു. ഒന്നുകൂടി നോക്കാം. എല്ലാവരും കൈ ചൂടാക്കണേ. ചൂടാക്കുന്നുണ്ടോ? കൈ ചൂടാവുന്നുണ്ടോ? മഴയാണ്. ചൂടാവുമല്ലോ. എപ്പോഴാണ് അടിക്കേണ്ടത്? ഒന്ന്. റെഡിയാണോ? റെഡി. ഇപ്പോഴും ശരിയായില്ലല്ലോ. വെറുതെയാണോ ടീച്ചർമാർക്ക് ദേഷ്യം വരുന്നത്? ഒരു കാര്യം പറഞ്ഞാല് വീണ്ടും ഒരു കാര്യം നോക്കാം. ഇനി ഒന്നുകൂടി നോക്കാം. ഇനി ആരെങ്കിലും അടിച്ചാൽ ചൂടാക്കുന്നുണ്ടല്ലോ. റെഡി. ആരും അടിച്ചില്ല. ഇനി ഒന്നും പരീക്ഷിക്കട്ടെ. ഒന്ന്. റെഡി. അപ്പൊ ഇനി വേറൊരു പരീക്ഷണം കൂടി നോക്കട്ടെ. ഞാനേ അടിക്കുന്ന സമയത്ത് നിങ്ങൾ അടിക്കാം. കൈ അടിക്കുന്ന സമയത്ത് കൈ അടിച്ചിട്ടില്ല. ഞാൻ അടിക്കുമ്പോ എപ്പോഴാണ് അടിക്കേണ്ടത്? ഞാൻ അടിക്കുമ്പോ. ഒരുമിച്ചടിക്കണം. അടിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് വേണമെന്നറിയോ? നല്ല ശ്രദ്ധ വേണം. എന്ത് വേണം? നല്ല ശ്രദ്ധ വേണം. അപ്പൊ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ നട്ടിലൊക്കെ നട്ടില് കൊണ്ടുവന്നുണ്ടോ നിങ്ങള്? അപ്പൊ നമ്മള് നട്ടിലൊക്കെ നിവർന്ന് ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴാണ് ടീച്ചർ പറയുന്നത്. ടീച്ചേഴ്സൊക്കെ പറയുന്നത് വലിയൊരു ഭാഗ്യാണ് നമ്മുടെ നാട്ടില്. നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താണ്? ആരെ ഉറക്കെ പറയാ? നല്ല പിടുക്കന്മാര്. സ്കൂളിന്റെ പേര് അറിയാം. ഹെഡ് മിസ്ട്രസിന്റെ പേര് അറിയുന്നവർ എത്ര പേരുണ്ട്? ടീച്ചറുടെ പേര് അറിയുന്നത് ആരാണ്? ഒരാൾക്കാരെ പറയും. ഉറക്കം പറയും. ടീച്ചറുടെ പേരാണ്. സ്കൂളിലൊരു ഹെഡ് മിസ്ട്രസ് ഉണ്ടാവില്ലേ? ടീച്ചർ ഉണ്ടല്ലോ അവിടെ. കണ്ടില്ലേ? ടീച്ചറുടെ പേരെന്താ? ഇനി പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? ഒരു പഞ്ചായത്ത്, നമുക്കൊരു പഞ്ചായത്ത് ഉണ്ട്, അവിടെ പ്രസിഡന്റ് ഉണ്ട്. ആർക്കും അറിയാം പേര്? നോക്കാം. പേരറിയുന്നവര്? ഇനി വേറൊരാൾ കൂടി ഉണ്ട്. വാർഡ് മെമ്പർ ഉണ്ട് അവിടെ. നിങ്ങൾക്കറിയാം കുറെ കാര്യങ്ങളാണ്. നിങ്ങളെ മിടുക്കന്മാരും മിടുക്കികളൊക്കെയാണ്. അപ്പൊ നമ്മുടെ കുട്ടികളാകുമ്പോഴല്ലോ നിങ്ങൾ ഓർക്കണം, നാളത്തെ പൗരന്മാർ എന്ന് പറഞ്ഞാൽ നാളത്തെ വലിയ ആളുകളാവേണ്ടവരാണ് നിങ്ങൾ, അല്ലേ? ആണോ? ഒരു കുഞ്ഞു കുട്ടിയല്ലേ വലുതായി വലിയ ആളാവുക? ആണോ അല്ലയോ? കുഞ്ഞു കുട്ടികളാണ് വലിയ ആളാവുക. അപ്പൊ കുഞ്ഞു കുട്ടികളെ നിങ്ങളിപ്പോ വലിയ ഭാഗ്യമുള്ള കുട്ടികളാണ്. കാരണം എന്താ അറിയോ?
നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒരുക്കാനാണ് ഇവിടെ ടീച്ചറും അതുപോലെ PTA അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാഗത്ത് മായാതി അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ എല്ലാവരും ഞങ്ങളും നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരും കൂടി ചേർന്ന നിങ്ങളെ വലിയ ആൾക്കാരാണ്. എത്ര പേർക്ക് വലിയ ആളാവണമെന്ന് ആഗ്രഹമുണ്ട്? വലിയ ആളാവണമെന്ന് ആഗ്രഹമുണ്ട്. ഈ നാടിന്റെ പേരൊക്കെ ഉയർത്തണ്ടേ? വേണോ? നിങ്ങളുടെ സ്കൂളിന്റെ പേരൊക്കെ ഉയർത്തണ്ടേ? ചില കുട്ടികളൊക്കെ പ്രോഗ്രാം ഒക്കെ ഇട്ട് ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഇടുന്ന കാണാം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? യൂട്യൂബിലൊക്കെ നമ്മുടെ സ്കൂളിന്റെ പ്രോഗ്രാം യൂട്യൂബിൽ വരണോ വേണ്ടയോ? എത്ര പേര് റെഡിയാണ് അതിന്? എത്ര പേര് റെഡിയാണ്? നിങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ നാടിന്റെ പേര്, സ്കൂളിന്റെ പേര് നാളെ നിങ്ങൾ തന്നെ അറിയപ്പെടുന്നത് ഈ നാടിന്റെ പേരിലായിരിക്കും അല്ലെ? നമ്മുടെ ഒരു കലാഭവൻ ഒരാളുണ്ടായിരുന്നല്ലോ, ചാലക്കുടിയിൽ പേര് കേട്ടിട്ട് ഒരാള്. അപ്പൊ നിങ്ങൾക്ക് അറിയാം. അപ്പൊ ചാലക്കുടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാരുടെ തലയിൽ എന്താ വരിക? മണിയോ. അതുപോലെ നിങ്ങളുടെ പേര് ഓർമ്മ വരണ്ടേ? വേണോ വേണ്ടയോ? എത്ര പേർക്ക് പാടാനുള്ള കഴിവുണ്ട്? പാടാനുള്ള കഴിവ് ആരുമില്ല. അപ്പൊ നമുക്ക് പാട്ടൊക്കെ പഠിക്കണം. വേണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ ഞാനൊരു ചെറിയ പാട്ട് പാടാം. നിങ്ങൾ എല്ലാവരും ഏറ്റു പാടുമോ? ഒന്നെങ്ങനെ എഴുതാം, ഒന്നെങ്ങനെ എഴുതാം, ഒന്നെങ്ങനെയാ എഴുതാം? നമ്മള് ഒന്നെങ്ങനെ എഴുതാം? വരാം. ഒന്നെങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം, ഒന്നെന്നിങ്ങനെ എഴുതാം. വളവും വേണ്ട, കുറിവും വേണ്ട, കുത്തനെയൊരു വര വലിയ വര, കുത്തനെയൊരു വര വലിയ വര. ഒന്നായാൽ നന്നായി, ഒന്നായാൽ നന്നായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? എല്ലാവരും ഒന്നിച്ചു നിന്നാൽ നമ്മൾ നന്നാവും അല്ലേ? ഇല്ല, എല്ലാവരും ഒന്നിച്ചു നിന്നാലല്ലേ നന്നാവുള്ളൂ. ആണോ? ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലോ നന്നാവുമോ? ഇല്ല. അപ്പൊ ഒന്നാവുക പറഞ്ഞാൽ എന്താ അർത്ഥം? നന്നാവുക പറഞ്ഞാൽ എന്താ അർത്ഥം? മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കണം, പഠിക്കണം. അച്ഛനും അമ്മയും പറഞ്ഞത് അനുസരിച്ചാലല്ലേ നന്നാവുള്ളൂ. ആണോ? അച്ഛൻ ഒരു കുട്ടിയോട് പറഞ്ഞ, എടാ നീ ഒരു ടോർച്ച് മേടിച്ചു കൊണ്ടുപോവാ. എന്താ മേടിച്ചു കൊണ്ടുവരാൻ? എന്നിട്ട് പറഞ്ഞ ടോർച്ച് അടിച്ചു നോക്കണം. ഇവൻ എന്ത് ചെയ്തു? കടയിൽ ടോർച്ച് മേടിച്ചിട്ട് അവിടെ ചോക്ലേറ്റ് ഒക്കെ വെക്കുന്ന ഭരണികൾ കണ്ടിട്ടില്ലേ? അതിനുള്ള ഒറ്റ അടി. ഇങ്ങനെ ടോർച്ച് ഒറ്റ അടി അടിച്ചു കഴിഞ്ഞാൽ ആ ഭരണി, കുപ്പി കൊണ്ടുള്ള ഭരണി, അതിനടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് പൊട്ടിപ്പോവും. ഇവനോട് അതിനടിക്കാനാണോ പറഞ്ഞത്? ടോർച്ച് അടിച്ചു നോക്കാനാണോ പറഞ്ഞത്? അച്ഛൻ അടിച്ചു നോക്കാൻ പറഞ്ഞത് അവിടുത്തെ കുപ്പിയാണോ അതോ ടോർച്ച് കത്തുന്നുണ്ടോ നോക്കാനാണോ പറഞ്ഞത്? ആ ബുദ്ധിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യാ? അപ്പൊ നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. വേണ്ടേ? വേണ്ടേ? ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന ശ്രദ്ധിച്ചു കേൾക്കുന്നവർ എത്ര പേരുണ്ടാവും? നിങ്ങൾ മറ്റുള്ളവരെ നോക്കണം. നിങ്ങളുടെ ഉറപ്പുണ്ടാവുക എത്ര പേരുണ്ടാവും? അപ്പൊ നിങ്ങൾ നോക്കൂ, നല്ല മിടുക്കന്മാരാവോ. ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. അപ്പൊ നിങ്ങൾ വീട്ടിൽ പോയി അച്ഛനോടും അമ്മയോടൊക്കെ പറയണം ഇത്. എന്ത്? ഒന്നായാൽ നന്നായി. പറയും. നന്നായാൽ ഒന്നായി. നന്നായാൽ ഒന്നാവില്ലേ? ഒന്നായാൽ നന്നാവില്ലേ? നന്നാവോ? അപ്പൊ ഈ നാടിന്റെ പേര് നന്നാക്കിയെടുക്കാൻ, സ്കൂളിന്റെ പേര് നന്നാക്കിയെടുക്കാൻ ആര് വിചാരിക്കണം? ആര് വിചാരിക്കണം? എത്ര പേര് ഇന്ന് വിചാരിക്കാൻ തീരുമാനിച്ചു? ഈ എന്റെ സ്കൂളിന്റെ പേര്, എന്റെ നാടിന്റെ പേര് ഞാൻ ശരിക്കും ലോകം മുഴുവൻ യൂട്യൂബിലൊക്കെ അല്ലേ?
നിങ്ങൾ റെഡിയാണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് ഷൂട്ട് ചെയ്യും. നിങ്ങൾ നല്ല പാട്ടൊക്കെ പഠിക്കുവോ? എത്ര പേര് റെഡിയാണ്? നമുക്ക് ഇവിടുത്തെ നല്ല ഈ ആതിരപ്പള്ളി നമ്മൾ ഇരിക്കുന്ന സ്ഥലം നല്ലൊരു സുന്ദരമായ സ്ഥലമാണല്ലേ. ആതിരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലല്ലേ, ഇത്രയും സുന്ദരമായ സ്ഥലം ലോകത്തിലില്ല. നിങ്ങൾക്കറിയോ അത്? ലോകത്തിന് ഈ സ്ഥലത്തെ കുറിച്ച് അറിയിക്കണ്ടേ? അപ്പോഴല്ലേ മറ്റുള്ളവർ ഇവിടെ വരുള്ളൂ അല്ലേ? അപ്പോഴല്ലേ ഈ നാട്ടുകാർക്ക് വല്ല കച്ചവടമൊക്കെ നടക്കുള്ളൂ അല്ലേ? അപ്പൊ ഈ നാട് നന്നാവില്ലേ? ഉണ്ടാവില്ലയോ? അപ്പൊ നിങ്ങൾ എല്ലാവരും വിചാരിച്ചാൽ നമ്മുടെ നാടിന്റെ പേര് വാനോളം ഉയർത്താം. എത്രത്തോളം ഉയർത്താം? എന്താ വാനോളം ഉയർത്താൻ വന്നാൽ അത്രയും ഉയർത്താം. റെഡിയാണോ? നമ്മൾ എത്ര പേര് റെഡിയാണ്? ഒന്നുകൂടി കൈയൊന്ന് അടിക്കെല്ലാവരും. 1 2 3 1 2 3 ഉഷാറും വരാം. കൈയടിക്കുന്നതിന്റെ ഉഷാറും വരാം. 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 ഒരു ഉഷാറാണ്. അപ്പോൾ ഇന്ന് നിങ്ങളവിടെ വന്നത് ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. നിങ്ങളെ വലിയ മഹാന്മാരാക്കണം എന്നാണ്, മഹതികളാക്കണം എന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. അതുകൊണ്ടാണ് ഇത്രയും വിശിഷ്ട വ്യക്തികൾ അവിടെ വന്നത്. കേട്ടില്ലേ? ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഇങ്ങനെ ആരും വരാനോ തരാനോ ഒന്നുമില്ല. വീട്ടിലുള്ളതൊക്കെ വെച്ചിട്ട് ജീവിക്കണം അല്ലേ? ഇന്നിപ്പോ നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ്. നമുക്ക് പഞ്ചായത്തിന്റെ വക സൗകര്യങ്ങളുണ്ട് ഇല്ലേ? ഞങ്ങളെപ്പോലുള്ള സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനത്തിന്റെ പേരെന്താ അറിയുന്നത്? ഭാഗവത ഗ്രാമം. എന്താണ്? ഗ്രാമം. അപ്പൊ ഈ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ ഇന്ന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് ഇല്ലേ? ഇപ്പൊ നിങ്ങളൊക്കെ പഠിച്ചു മിടുക്കരായാല് എന്നോട് ചിലർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ സ്കോളർഷിപ്പ് ചെയ്തോളാം, പഠിക്കാനുള്ള ചെലവൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അപ്പൊ നിങ്ങളൊക്കെ വലിയ മിടുക്കന്മാരും മിടുക്കികളായി തീർന്നാല് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് കേട്ടോ. വേണ്ടേ? ഈ നാടിന്റെ പേര് ഉയർത്തണ്ടേ? എത്ര പേര് റെഡിയായി? നിങ്ങൾക്കറിയോ, ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചിട്ട് വലിയ മഹാനായി തീർന്ന ഒരാളാണ് അബ്ദുൽ കലാം സാർ. ആരാണ്? അദ്ദേഹം ജനിച്ചത് ഒരു ഗ്രാമപ്രദേശത്താണ്, നിങ്ങളെപ്പോലെ. എന്നിട്ട് ഈ നമ്മളെപ്പോലെ, നമ്മളൊക്കെ ഇപ്പൊ ഈ ഗ്രാമത്തിലല്ലേ അല്ലെ? ഗ്രാമപ്രദേശല്ലേ? എറണാകുളം പോലുള്ള സിറ്റി ആണോ? അല്ല. അപ്പൊ അവിടുത്തെ ചെറിയൊരു സ്കൂളിൽ പഠിച്ച് ലോകപ്രസിദ്ധനായ ആളാണ് ആര്? അബ്ദുൽ കലാം സാറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? സ്കൂളിൽ പറഞ്ഞു തന്നിട്ടുണ്ടോ? അപ്പൊ നമ്മളൊക്കെ അതുപോലെ മഹാന്മാരായി തീരണം. ആരായി തീരണം? എല്ലാവരും നെഞ്ചത്ത് കൈവയ്ക്കും. എനിക്കും ഒരു മഹാനായി തീരണം. പറയൂ. പെൺകുട്ടികൾ എന്താ പറയാ? എനിക്കൊരു മഹാനായി തീരണം എന്ന് പറയാം. കാരണം ഇപ്പൊ കൊച്ചു കുട്ടികളല്ലേ നിങ്ങൾ, അവിടെ കുഴപ്പമില്ല. എല്ലാവരും എന്താ പറയേണ്ടത്? കൈ നെഞ്ചത്ത് വെച്ച് പറയണം. എന്താ പറയേണ്ടത്? എനിക്കും ഒരു ഉറക്കം പറയണം. മഹാനായി തീരണം. എന്താ പറയാ? മഹാനായി തീരണം. എന്താ പറയാ? ഉറക്കം പറയണം. നിങ്ങളുടെ അച്ഛനമ്മമാരൊക്കെ പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ട്, അവരൊക്കെ കേൾക്കണം. ഉറക്കെ പറയില്ല. അവർ നിവർത്തിയിരുന്ന് പറയണം. അതിന്റെ നട്ടലിനൊരു ഉറപ്പ് വേണ്ട പറയുന്നത്. എന്താ പറയുന്നത്? എനിക്കും ഒരു മഹാനാം. പറയൂ. എവിടെ കൈവച്ച് പറയുന്നത്? അപ്പൊ ദിവസവും രാവിലെ എണീറ്റിട്ട് അച്ഛനോടും അമ്മയോടും പറയണം, എനിക്ക് ആരായി തീരണം? ഒരു മഹാനായി തീരണം. ആരായി തീരണം? ഉറക്കെ പറയണം, ഒരു മഹാനായി. അപ്പൊ നിങ്ങളൊക്കെ അത് ദിവസവും പറഞ്ഞുകൊണ്ടിരുന്നാലല്ലോ. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ആദ്യത്തെ പ്രധാനമന്ത്രി, അദ്ദേഹം പറയും, ദിവസവും സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾ നല്ലൊരു സ്വപ്നം കാണുന്നത് നടക്കുന്നതാണ്. അതുപോലെ അബ്ദുൽ കലാം സാറ് പറയും, നിങ്ങൾ ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ അതുപോലെ ആയിത്തീരും. ഇങ്ങനെ കുറെ വ്യക്തികൾ, ഭാരതത്തിലുള്ള മഹത് വ്യക്തിത്വങ്ങൾ. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് കേട്ടില്ലേ നിങ്ങൾ? ചിലരെങ്കിലും കേട്ടില്ല. കൊച്ചുകുട്ടിയിരിക്കുമ്പോൾ തന്നെ ചെറുപ്പത്തിൽ വിചാരിച്ചിരിക്കുക മഹാനാണ്. അങ്ങനെ ലോകം അറിയപ്പെടുന്ന ഒരു ആചാര്യനായിരുന്നു. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെയുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടോ? നമുക്കൊക്കെ ആയിത്തീരാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു വലിയ ഭാഗ്യം നമുക്കൊന്ന് കിട്ടിയിരിക്കുകയാണ്. ഭാഗവത ഗ്രാമത്തില് രാംദാസ് പറഞ്ഞു ഇന്നിവിടെ ഇത് ഓർഗനൈസ് ചെയ്യണമെന്ന്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഈ ബാഗ് സമർപ്പിച്ചിരിക്കുന്ന അവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അടുത്ത വർഷം കുറെ കൂടി നല്ല കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വന്നിരിക്കുന്ന നായാജിക്കും, ഷീമ മാഡത്തിനും, സി മാഡത്തിനും, അതുപോലെ തന്നെ PTA
ഷിബുജിക്കും അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ആയുരാരോഗ്യം നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം, പ്രണാമം. സ്വാമിജി, പരിയാരം പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാന്യായ മായ ശിവദാസൻ, സ്കൂളിന്റെ എച്ച്.എം. വൈസ് ടീച്ചർ, PTA പ്രസിഡന്റ് ഷിബു, ഭാഗവതാശ്രമം മാനേജർ രാംദാസ് സാർ, സ്നേഹമുള്ള ടീച്ചേഴ്സ്, സ്നേഹമുള്ള കൊച്ചുമക്കളെ, PTA കമ്മിറ്റി അംഗങ്ങളെ, സ്നേഹമുള്ള ഭാഗവത്തിലെ അമ്മമാരെ, അച്ഛന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഏറെ സന്തോഷത്തിൻ്റെ ദിവസങ്ങളിലാണ് നമ്മളായിരിക്കുക. കാരണം കഴിഞ്ഞ 2-3 വർഷങ്ങളായി നമ്മളേറെ സന്തോഷത്തോടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നും ഇവിടെ നടക്കുന്നത്. ഇത് ഏറെ ആശ്വാസമാണ്. നമ്മുടെ സ്വാമിജി ഏറെ മഹത്തായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അഭിമാനമുള്ള, നമുക്ക് ഏവർക്കും ആശ്വാസമുള്ള ഒരു വലിയ കാര്യമാണ് നമുക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങള് ഈ നാട്ടിലുള്ളത് നമുക്ക് എല്ലാവർക്കും ശക്തി നൽകുന്നു, ഊർജം നൽകുന്നു. ഓരോ കുഞ്ഞുമക്കളും ഇന്ന് ഈ പഠനോപകരണങ്ങൾ വാങ്ങുമ്പോഴേ പഠിച്ച് നല്ല മിടുക്കന്മാരും മിടുക്കികളും ആയിത്തീരും എന്ന് പ്രതിജ്ഞയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും വലുതാവുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും വലുതാവുമ്പോൾ സ്വാമിജി ചെയ്യുന്ന പോലെ, സ്വാമിജിയുടെ മാതൃകാപരമായ കാര്യങ്ങൾ പോലെ തന്നെ നമ്മളും സമൂഹത്തിന് വേണ്ടതായ ഇതുപോലുള്ള സാമൂഹ്യ സേവനങ്ങളെല്ലാം ചെയ്യും എന്ന് തീരുമാനമെടുക്കാം. സ്വാമിജിയെയും അതുപോലെ തന്നെ ഈ ആശ്രമത്തെയും കൂടുതൽ കൂടുതൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്തിച്ചേരാൻ കഴിയട്ടെ. കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ ആഗ്രഹപ്പെട്ടവർക്ക് ഇതുപോലുള്ള ഭാഗ്യങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് സ്വാമിജിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഒരു ക്ലാസ് കിട്ടി. ഏറെ അനുഗ്രഹപ്രദമായ ഒരു ക്ലാസ് കിട്ടി. സ്വാമിജിക്ക് പ്രത്യേകം നന്ദി പറയാണ്. ഈ വർഷം നമുക്ക് സ്വാമിജിയിൽ നിന്ന് നേരിട്ട് വാങ്ങാനുള്ള ഒരു ഭാഗ്യം കിട്ടി. പ്രത്യേകം നന്ദി പറയുന്നു. ഈ പഠനോപകരണങ്ങൾ നൽകുന്ന സ്വാമിജിക്കും ഈ സംരംഭവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും സ്കൂളിന്റെ പേരിലും സ്വന്തം പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെ പേരിലും പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയകരിയായ പഞ്ചായത്ത് പ്രസിഡന്റിനും നമ്മുടെ വാർഡ് മെമ്പറിനും PTA പ്രസിഡന്റിനും കമ്മിറ്റി അംഗങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും എല്ലാ കുഞ്ഞു മക്കൾക്കും ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മയും ആശംസിക്കുന്നു. നിർത്തട്ടെ. നന്ദി.